ആലപ്പുഴയിലെ അരൂർ തുറവൂർ ദേശീയപാതയിൽ ഗതാഗത നിയന്ത്രണം ആരംഭിച്ചു. അരൂർ തുറവൂർ ഉയരപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട യാത്രാക്ലേശം പരിഹരിക്കാൻ സമാന്തര പാതകളുടെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നുകൊണ്ടാണ് ഈ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒരാഴ്ചത്തേക്കായിരിക്കും ഈ നിയന്ത്രണം എന്നാണ് നമുക്ക് പറയുന്നത്. ഇപ്പോൾ അരൂരിലെ തുറവൂരിൽ നിന്ന് മനീഷ് മഹിബാൽ നമുക്കൊപ്പം ചേരും. അതുപോലെ അരൂരിൽ നിന്ന് നിതിൻ അംബുജനും ചേരും. ആദ്യം മനീഷ് മഹിബാലിലേക്ക്. തുറവൂരിലാണ് മനീഷ് ഉള്ളത്. രണ്ടുപേർക്കും സുപ്രഭാതം. യഥാർത്ഥത്തിൽ വണ്ടികളിലൊക്കെ പോകുന്ന യാത്രക്കാർക്കും അല്ലാതെ പ്രദേശവാസികൾക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഇത്തരം നിർമ്മാണങ്ങൾ നടക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു, ക്ലേശങ്ങൾ ഉണ്ടാകുന്നു ഒക്കെ സ്വാഭാവികമാണ്. പക്ഷേ അത് ക്ലേശങ്ങളുടെ തീവ്രത കുറയ്ക്കാൻ പരമാവധി ഇത്തരം നിർമ്മാണങ്ങൾ നടന്ന കമ്പനികൾ സഹകരിക്കാറുണ്ട്. പക്ഷേ ആ ശ്രദ്ധയൊന്നും ഈ തിരൂരിൽ ഉണ്ടായില്ല അരൂരിൽ ഉണ്ടായില്ല എന്ന് വേണമോ കരുതാൻ? SKN അങ്ങനെ അനാസ്ഥകൾ പലരുടെയും ഭാഗത്തുണ്ട്, പോലീസിന്റെ ഭാഗത്തുണ്ട്, ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് അനാസ്ഥയുണ്ടെന്ന് ഹൈക്കോടതി തന്നെ നേരിട്ട് വിമർശനം ഉന്നയിച്ച സാഹചര്യമുണ്ട്. എന്താണെങ്കിലും ഇവിടെ പോലീസിനാണ് നിലവിൽ ഇന്നത്തെ ക്രമീകരണം, ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഗതാഗത ക്രമീകരണത്തിന്റെ ചുമതല പോലീസിനാണുള്ളത്. നേരത്തെ ഇന്നലെ അറിയിച്ചിരുന്നത് അരൂർ ജംഗ്ഷനിൽ മാത്രം, അരൂർ ക്ഷേത്രം കവല മുതൽ പള്ളിമുക്ക് വരെയുള്ള ഭാഗത്തെ ഗതാഗത ക്രമീകരണത്തെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഇന്നലെ തന്നെ നൽകിയിരുന്നു. പക്ഷേ ഇവിടെ ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുമ്പോൾ തുറവൂർ മുതൽക്കേ തന്നെ നിലവിൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാകും. അതായത് തുറവൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകേണ്ടവർക്ക് തുറവൂരിൽ നിന്ന് ദേശീയപാതയിലെ അരൂരിലേക്ക് കടത്തിവിടുകയില്ല. പകരം അരൂക്കുറ്റി ഭാഗത്തേക്ക്, അതായത് ഇവിടെ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് അരൂക്കുറ്റി ഭാഗത്തേക്കോ അല്ലെങ്കിൽ ഇവിടെ നിന്നും പിന്നീട് തിരിഞ്ഞ് തീരദേശ പാതയിലൂടെ പോകണം. അങ്ങനെ അരൂരിലെ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് തുറവൂർ മുതൽ തന്നെ, അതായത് അരൂരിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ മുൻപ് തുറവൂരിൽ നിന്ന് തന്നെ വാഹനങ്ങൾ വഴിതിരിച്ച് തീരദേശ മേഖലയിൽ കൂടിയും ഒപ്പം തന്നെ അരൂക്കുറ്റി മേഖലയിൽ കൂടിയും വാഹനം കടത്തിവിടുന്നത്. ഇങ്ങനെ അരൂക്കുറ്റിയിൽ നിന്നും അരൂരിലേക്ക് എത്തുന്ന വാഹനങ്ങൾ നേരിട്ടും ദേശീയപാതയിലേക്ക് പ്രവേശിച്ച ശേഷം വീണ്ടും എറണാകുളം ഭാഗത്തേക്ക് നേരിട്ട് പോകാൻ കഴിയില്ല. അവിടെ എത്തി U-ടേൺ എടുത്ത് പോലീസിൻ്റെ എയ്ഡ് പോസ്റ്റിലെത്തി അവിടെ U-ടേൺ എടുത്ത ശേഷം മാത്രമേ പിന്നീട് എറണാകുളത്തേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. വരുന്ന മണിക്കൂറുകളിൽ ഈ വഴി തിരിച്ചുവിടുന്ന തീരദേശ മേഖലയിലും അരൂക്കുറ്റി മേഖലയിലും ഒക്കെ തന്നെ വലിയ ഗതാഗത കുരുക്ക് ഉണ്ടാകുമെന്ന് തന്നെയുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അത് അഴിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ പോലീസ് നിലവിൽ ആലോചിച്ചു വരികയാണ്. ഒപ്പം തന്നെ ഇപ്പോൾ പോലീസ് പറയുന്ന ഒരു നിർദ്ദേശം, എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കോ ആലപ്പുഴയിലേക്ക് പോകുന്നവർ കഴിയാവുന്നതും മറ്റു മാർഗങ്ങളിലൂടെ, ഒന്നെങ്കിൽ MC റോഡിലൂടെ അല്ലെങ്കിൽ ഈ തീരദേശ റോഡിലൂടെ പോകണം എന്നറിയിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം റൂട്ടിൽ നിന്നും എറണാകുളത്തേക്ക് വരുന്ന ആളുകൾ അവർ MC റോഡ് അല്ലെങ്കിൽ ആലപ്പുഴയിൽ ചങ്ങനാശ്ശേരി ജംഗ്ഷനിലെത്തി ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് വഴിയോ അല്ലെങ്കിൽ ചേർത്തലയിലെത്തി ചേർത്തലയിൽ നിന്ന് ബണ്ട് റോഡ് വഴി വൈക്കം, ഇരവിപേരൂർ, തൃപ്പൂണിത്തറ, അങ്ങനെ കുണ്ടന്നൂർ വഴി എത്തണമെന്നുള്ള നിർദ്ദേശം നൽകുന്നുണ്ട്. ഹെവി വാഹനങ്ങൾ ഒരു കാരണവശാലും ഈ മേഖലയിലൂടെ കടത്തിവിടുന്നില്ല. ആവശ്യമായിട്ട് സർക്കാർ വാഹനങ്ങൾ മാത്രമേ തുറവൂരിൽ നിന്നും കടത്തിവിടുന്നുള്ളൂ. ഇരുചക്ര വാഹനങ്ങൾക്ക് ഗതാഗത നിയന്ത്രണമില്ല, അത് പോകാം. പക്ഷേ ഈ രീതിയിൽ ഹെവി വാഹനങ്ങൾ ഒരു കാരണവശാലും ഈ റൂട്ടിലേക്ക് കടത്തിവിടുകയില്ല. നിലവിൽ അരൂരിലെ ഗതാഗത കുരു കഴിക്കാൻ വേണ്ടി തുറവൂർ മുതൽ തന്നെ വാഹനങ്ങൾ ഇടത്തേക്കോ വലത്തേക്കോ വിട്ടുള്ള ഗതാഗത ക്രമീകരണമാണ്. ഈ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയത് അരൂർ കവലയിൽ ക്ഷേത്രം കവല മുതൽ പള്ളിമുക്ക് വരെയുള്ള ജംഗ്ഷൻ ഭാഗത്തെ ഏകദേശം 2 കിലോമീറ്ററോളം ഭാഗത്ത് വരുന്ന ടൈൽ പാകാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ യാത്രാക്ലേശം പരിഹരിക്കാൻ സമാന്തര പാത ഒരുക്കണമെന്ന് അമിക്കസ് ക്യൂറി തന്നെ ഹൈക്കോടതി അറിയിച്ചിരുന്നു. വലിയ രീതിയിൽ ജനങ്ങൾ അനുഭവിക്കുന്ന യാത്രാ ദുരിതം ഹൈക്കോടതി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ജില്ലാ കളക്ടറോട് ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകിയത്. അങ്ങനെയാണ് നിലവിൽ ഈ തുറവൂർ മുതൽ അരൂർ വരെയുള്ള എലിവേറ്റഡ് ഹൈവേ നടക്കുന്ന സ്ഥലത്തെ മാസങ്ങൾ അനുഭവിക്കുന്ന യാത്രാ ദുരിതത്തിന് അറുതി വരുത്താൻ വേണ്ടി ഒരു സമാന്തര പാത നിർമ്മാണം തുടങ്ങിയതും അതിൻ്റെ ടൈൽ ജോലികൾക്ക് വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള ഒരു ഗതാഗത ക്രമീകരണം എന്നാണെങ്കിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. വരുന്ന മണിക്കൂറുകളിൽ പോലീസ് വിചാരിക്കുന്നത് പോലെ നടന്നില്ലെങ്കിൽ വലിയ ഗതാഗത കുരുക്കുണ്ടാകും. ഒപ്പം തന്നെ വലിയ പോലീസ് സംഘമില്ല. നിലവിൽ ഇത്തരമുള്ള വലിയൊരു ജംഗ്ഷനിൽ ഒരു പോലീസുകാരനടക്കമുള്ള ആളുകളൊക്കെയാണ് ഇങ്ങനെ ഗതാഗതം നിയന്ത്രിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കൊപ്പം നിതിൻ അംബുജൻ കൂടി ചേരുന്നു അരൂരിൽ നിന്ന്. നിതിൻ അംബുജൻ, ഗുഡ് മോർണിംഗ്. നിതിൻ, യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് വല്ലാത്ത ക്ലേശമുണ്ട്. ഈ നാഷണൽ ഹൈവേ വഴി ഉയരപാത നിർമ്മാണം തീർച്ചയായിട്ടും നമുക്ക് വേണം. അതേസമയം ജനങ്ങളുടെ ബുദ്ധിമുട്ട് കൂടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പറയൂ നിതിൻ.
ഗുഡ് മോർണിംഗ്. അരൂരിലെ യാത്രാക്ലേശം നേരത്തെ തന്നെ വലിയ വാർത്തകളായിരുന്നു. കാരണം വലിയ ദുരിത യാത്രയാണ് ഈ അരൂരിലൂടെ ആളുകളെല്ലാം തന്നെ അനുഭവപ്പെടുന്നത്. ഞാൻ ഈ നിൽക്കുന്ന അരൂർ ക്ഷേത്രം കവല മുതൽ പള്ളി വരെയുള്ള ഭാഗങ്ങളാണ് ഈ ടൈൽ വിരിക്കുന്ന നടപടികൾ ഇതിനകം തന്നെ ആരംഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇത്തരം ഒരു ഗതാഗത ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണുന്നത് പോലെ അരൂർ കുറ്റിയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഇത്തരത്തിൽ ഇടത്തോട്ടേക്ക് തിരിഞ്ഞ് എറണാകുളം ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ അരൂർ കുറ്റിയിൽ നിന്ന് ഇടത്തോട്ടേക്ക് തിരിഞ്ഞ് അതിനുശേഷം നേരെ ആലപ്പുഴ ഭാഗത്തേക്ക് സഞ്ചരിച്ച് പിന്നീട് അവിടെ നിന്ന് യു ടേൺ എടുത്ത് വേണം ഇതുവഴി എറണാകുളത്തേക്ക് പോകുവാൻ വേണ്ടി. അതിനുശേഷം ഇത് ഒറ്റ വരിയായി പിന്നീട് അരൂർ പള്ളി വരെ പോകേണ്ടി വരും. അങ്ങനെയാണ് ഇപ്പോൾ ഗതാഗത ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത്. അല്ലാത്തവ കുമ്പളങ്ങി ചെല്ലാനം വഴി പോകണം. മറ്റുള്ളവയെല്ലാം തന്നെ ഈ MC റോഡ് വഴിയും ഇത്തരത്തിൽ തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ പോകണമെന്നാണ് ഇപ്പോൾ ഗതാഗത ക്രമീകരണമായി ഇപ്പോൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും അരൂർ CI ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നു. സർ, ഏത് നിലയിലാണ് ഇപ്പോഴത്തെ ഗതാഗത ക്രമീകരണം? ഈ എലിവേറ്റഡ് ഹൈവേയുടെ സൈഡിലുള്ള റോഡുകളിൽ ടൈൽസ് വയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു ട്രാഫിക് അറേഞ്ച്മെൻറ്റ്സ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അത് ഒരാഴ്ച കൊണ്ട് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരാഴ്ച ഇതുപോലെ ഡൈവേർട്ട് ചെയ്ത് വാഹനങ്ങൾ വിടുകയാണ്. എന്തായാലും സ്മൂത്തായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. വേറെ ഹെവി വെഹിക്കിൾസ് നമ്മൾ അനുവദിക്കുന്നില്ല. ബാക്കി സെപ്പറേറ്റ് ആയിട്ടുള്ള റോഡുകളുണ്ട്. ആ റോഡുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് തന്നെയല്ലേ അരൂക്കുറ്റി എന്ന് വരുന്ന വാഹനങ്ങൾ നേരത്തെ അത് ക്രോസ് ചെയ്ത് പോകുന്ന ഒരു പ്രോസസ്സായിരുന്നു. ഇപ്പോൾ അത് മാറ്റിയിട്ട് ഫ്രീ ലെഫ്റ്റായിട്ട് യൂ ടേൺ എടുത്ത് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. ഹെവി വെഹിക്കിൾസ് വരാതിരുന്നാൽ തന്നെ ഇവിടുത്തെ ട്രാഫിക് പകുതി ശരിയാവും. ഏതായാലും ഒരാഴ്ച കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യുള്ളൂ. ആ ഒരാഴ്ച കൂടി ഇതേ ട്രാഫിക് അറേഞ്ച്മെൻറ്റ്സ് ആയിരിക്കും. ഈ ഒരു റെസ്ട്രിക്ഷൻ ഇവിടെ ഉണ്ടാവും. പരമാവധി MC റോഡ് വഴി പോകുക, അതാണ് മാക്സിമം വെഹിക്കിൾസ്, പ്രത്യേകിച്ച് ഹെവി വെഹിക്കിൾസ്. അപ്പോൾ തൃശ്ശൂർ ഭാഗത്തുനിന്ന് തിരുവനന്തപുരം കൊല്ലം ഭാഗത്തേക്ക് പോകുന്ന വെഹിക്കിൾസിന് അത് ഇവിടെ വരാതെ പോകുന്നതാണ് എപ്പോഴും അവർക്കും നല്ലത്, ഈ റോഡിനും നല്ലത്. ഇവിടുത്തെ ട്രാഫിക് സിറ്റുവേഷനും ബെറ്റർ അതാണ്. അപ്പോൾ അങ്കമാലിയിൽ നിന്ന് അവർക്ക് ഡൈവേർട്ട് ചെയ്ത് സുഖമായിട്ട് MC റോഡ് വഴി പോവാം. അതുപോലെ തന്നെ വൈക്കത്തുനിന്ന് നമ്മുടെ കുണ്ടന്നൂർ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ തൃപ്പൂണിത്തുറ പുതിയകാവ് ആ വഴി വൈക്കം വഴി ബൺ റോഡ് വഴി ചേർത്തലേക്കും പോവാം. പിന്നെ ഏറ്റവും നല്ല ഭംഗിയുള്ളതും ഓടിക്കാൻ എന്താ പറയുക സ്മൂത്തായിട്ട് പോകാവുന്ന ഒരു റോഡാണ് നമ്മുടെ കോസ്റ്റൽ വേ, തീരദേശ റോഡ്. എനിക്ക് തോന്നുന്നു ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയതുകൊണ്ടോ എന്തോ അത് ആ റോഡ് വളരെ നല്ല നല്ല കാഴ്ചകൾ കണ്ടു പോകാനും പറ്റും. തിരക്കുമില്ലാത്ത റോഡാണ്. പക്ഷെ അതാരും ഉപയോഗിക്കുന്നില്ല. ആ വഴി യാത്രക്കാർ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഹൈവേയിലെ ഇവിടുത്തെ ഈ ഒരു കഞ്ചക്ഷനൊക്കെ മാറും. അപ്പോൾ അതും കൂടി ഉപയോഗിക്കാണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിൽ സമാന്തരമായ വഴി ഉപയോഗിച്ചാൽ വലിയ ഗതാഗത കുരുക്കിന് പരിഹാരമാകുമെന്നാണ് ഇപ്പോൾ അരൂർ CI വ്യക്തമാക്കുന്നത്. എന്തായാലും ഒരാഴ്ച ഇത്തരത്തിലുള്ളൊരു ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. അതിനുശേഷം ഈ ഒരു ഗതാഗത നിയന്ത്രണം അത് മാറ്റി പിന്നീട് യാത്ര സുഗമമാക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു നിതിൻ അംബുജൻ. സുജേഷ് ചാല പറയുന്നു, ആമാശയത്തിനു വേണ്ടി ചിലർ പിതൃശൂന്യമായ വാർത്തകൾ പടച്ചുവിടുന്നു. സ്വരാജ് പറയുന്നു, തെറ്റായ വിവരങ്ങൾ നൽകി സമൂഹത്തിൻ്റെ മനോനിലയെ വികൃതമാക്കുന്നുവെന്ന് സുരേഷ് ഗോപി. ഇതിലും നല്ലത് തെണ്ടാൻ പോകുന്നതാണെന്ന് സയൻറ്റിസ്റ്റ് ദത്തൻ സാറും. അപ്പോൾ ഒരു പ്രേക്ഷകൻ അയച്ചു തന്നിരിക്കുകയാണ്. ഇത് ഗൗരവപൂർവ്വം ഇതൊക്കെ പരിശോധിക്കണം. ഇത്തരം വിമർശനങ്ങൾ ഇന്ന് തന്നെ ഞാൻ പറയും.